ഗസയിൽ താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ അന്തിമഘട്ടത്തിലേക്ക് എന്ന അവസാന വാക്കുകൂടിയാണ് ഇസ്രായേലിന്റേതായി കേൾക്കുന്നത്. ഇനി ഇങ്ങനെ ഇല്ലെങ്കിൽ ഇറാൻ ഇടപെട്ടതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ ഗസയും ഇടപെടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇറാനെ ഭയന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ജീവിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അവർ ഭയന്ന് ജീവിക്കുന്നത് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇസ്രായേൽ ഒരിക്കലും ഇറാൻ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇറാന് വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴും ഗസയെ തകർത്തെറിഞ്ഞതുപോലെ ഇറാനെ തകർക്കാമായിരുന്നു എന്നായിരുന്നു അവർ ധരിച്ചിരുന്നത്. എന്നാൽ അതൊന്നും സാധിച്ചില്ല. ഗസയിലെ പാവപ്പെട്ട ആളുകളെ തന്നെയായിരുന്നു അവർ ഉന്നം വെച്ചിരുന്നത്. അത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ നടത്തിയതും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി പേർ ഇതിന്റെ വാർത്തകളടക്കം പങ്കുവെക്കുന്നതും അതുപോലെ തന്നെയാണെന്ന് പറയാം. നിരവധി പേർക്കൊക്കെ തന്നെയും വാർത്തകളൊക്കെ ഏറ്റെടുക്കുകയാണെന്നും പറയുന്നുണ്ട്. യുദ്ധവിരാമത്തിന്റെ തുടക്കമായി വെടിനിർത്തൽ മാറണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചുകൊണ്ടാണ് എത്തുന്നത് എന്ന് പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് ഇതിപ്പോൾ വരുന്നത്. ഗസയിൽ താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്നാണ് റിപ്പോർട്ടുകൾ. താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെടുത്തി നിർദ്ദേശത്തോടെ അനുകൂല പ്രതികരണവും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി തന്നെ ഹമാസ് വ്യക്തമാക്കി. യുദ്ധവിരാമത്തിന്റെ തുടക്കമായി വെടിനിർത്തൽ മാറണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗസ വെടിനിർത്തൽ ചർച്ചകൾ അന്ത്യഘട്ടത്തിലേക്കെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴും കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെയും പറയുന്നുമുണ്ട്. എല്ലാവരും ഇതിന്റെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നതും അതുപോലെ തന്നെയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇപ്പോൾ ഈ ഗസയിലെ അവസ്ഥയെക്കുറിച്ചാണ് അപ്പോൾ ആലോചിക്കുന്നത്. നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല. ഗസ വെടിനിർത്തൽ ചർച്ചകൾ അന്ത്യഘട്ടത്തിലേക്കെന്നുള്ള റിപ്പോർട്ടുകൾ വെറുതെയല്ല. അമേരിക്ക സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഹമാസിന്റെ മറുപടി ഉടൻ ലഭിക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫലസ്തീൻ കൂട്ടായ്മയ്ക്കായുള്ള ആശയവിനിമയം പൂർത്തീകരിച്ചതായും മധ്യസ്ഥ രാജ്യങ്ങളെ അനുകൂല പ്രതികരണം അറിയിച്ചതായും ഹമാസ് വെളിപ്പെടുത്തി. വെടിനിർത്തൽ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടൻ ചർച്ചകൾ സജ്ജമാണെന്നും ഹമാസ് അറിയിക്കുകയും ചെയ്തു. 2 മാസം നീളുന്ന താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുമെങ്കിലും പൂർണ്ണ യുദ്ധവിരാമത്തിന്റെ തുടക്കമായി അത് മാറുമെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ യോഗം ഇന്ന് ചേരുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഉടൻ തന്നെ അറിയാൻ സാധിക്കും. ഇതിന്റെ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഞായറാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വാഷിംഗ്ടണിലേക്ക് തിരിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഗസയിൽ തന്നെ സമ്പൂർണ്ണ യുദ്ധവിരാമമുണ്ട്. അംഗീകരിക്കില്ല എന്നുള്ള കാര്യം നിലപാട് തന്നെയാണ് നെതന്യാഹു പറയുന്നതെങ്കിലും യുദ്ധവിരാമത്തിന് തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. വൈറ്റ് ഹൌസിൽ തിങ്കളാഴ്ച ട്രംപ് നെതന്യാഹു ചർച്ചകൾക്ക് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ചില US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10 ബന്ദികളെയും 12 മൃതദേഹങ്ങളും ഹമാസ് വിട്ടയക്കുമെന്നും പകരം നിരവധി തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നാണ് കരാർ വ്യവസ്ഥയിൽ പ്രധാനമായി പറയുന്നത്. ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് പിന്മാറ്റം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ ഇരുപക്ഷവും അംഗീകരിച്ചാൽ അനുബന്ധമായി നടക്കുന്ന പൂർണ്ണ യുദ്ധവിരാമ ചർച്ചകളാകും ഇനി നിർണായകമെന്ന് പറയുന്നു. ഗസയിൽ ഇസ്രായേൽ കൊടും ക്രൂരതകൾക്ക് ഇനിയുമുണ്ട്.